ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SLC ബയോളജി, പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ഷോർട്ടാക്കി നിങ്ങൾ പഠിച്ചാലും ആ ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 വാക്കുകളുണ്ട് അല്ലേ, ആ വാക്ക് കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ ഏതൊരു ബയോളജി ടീച്ചറും നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് തരും. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കാൻ നേരത്ത് നമുക്കിവിടെ തന്നിട്ടുണ്ട് ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ mRNA, DNA, tRNA, പ്രോട്ടീൻ, അമിനോ ആസിഡ്, ന്യൂക്ലിയസ്, അങ്ങനെ കുറേ ഉണ്ട്. ഈ ഒരു സംഭവമാണ് എന്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. tRNA എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ എക്സ് പോലെ അല്ലെങ്കിൽ ടി പോലെ ഉള്ളതാണ് എന്ത് tRNA. ഈ പ്രോട്ടീൻ എന്ന് പറയുക ഈ മുത്ത് പോലെയുള്ള മാലിന്യാണ് നമ്മൾ പ്രോട്ടീൻ എന്ന് പറയാ. അതേപോലെ തന്നെ ആ tRNA നോക്കടാ, tRNA ഇവിടെ ഒരു സാധനം കണ്ടോ, ഇതാണെന്ത് അമിനോ ആസിഡ്. അതേപോലെ DNA എങ്ങനെയാണ്, ഇതാണ് DNA അല്ലെ. അപ്പോൾ DNA വെറും ഇങ്ങനത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ mRNA എന്ന് പറയാ, mRNA. ഓക്കെ, അപ്പോ ഈ ഒരു സാധനത്തിൽ നമ്മൾ എന്ന് പറയാ DNA എന്ന് പറയാം. ഓക്കെ, ക്ലിയർ, മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ mRNA ടു DNA ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എന്ന് പറയാ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാ. പ്രോട്ടീൻ സിന്തസിസ് എന്ന് തന്നെ പറയാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് വരുന്ന ഡൗട്ടാണ് എന്താണ് സിന്തസിസ് എന്നുള്ളത് അല്ലെ. അപ്പോൾ സിന്തസിസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളൊരു സംഭവം ഉണ്ടാക്കുന്നതിനെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയാ സിന്തസിസ് എന്ന് പറയാ. ദ പ്രോസസ് ഓഫ് ബിൽഡിംഗ് ഓർ മേക്കിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയാ സിന്തസിസ് എന്ന് പറയാം. ഓക്കെ, DNA എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. RNA ആണെങ്കിലോ റൈബോ ന്യൂക്ലിക് ആസിഡ്. അമിനോ ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ആര്, അമിനോ ആസിഡ്സ്. ടൈപ്സ് ഓഫ് RNA ഇൻവോൾവ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് ആണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? 3 ഉണ്ട് അല്ലെ. mRNA ഉണ്ട്, tRNA ഉണ്ട്, rRNA ഉണ്ട്. mRNA എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ RNA, tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA, rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA. mRNA എന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എന്താണ് മെസ്സഞ്ചർ RNA ആണ്, മെസ്സേജ് കൊടുക്കുന്ന ആളാണ്. അതുപോലെ tRNA എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ RNA ആണ്, അതായത് അതിനെയും കൊണ്ട് അങ്ങോട്ടേക്കും എന്താ ഓടി കളിക്കുന്ന ആളാണ്. അതുപോലെ rRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNA ആണ്. അതെവിടെയാണ് കാണാം, റൈബോസോമിൽ. അത്ര തന്നെ. ട്രാൻസ്ക്രിപ്ഷനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് mRNA ഈസ് ഫോംഡ് ഫ്രം എ സ്പെസിഫിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ജീൻ ഇൻ DNA. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ നേരത്ത് mRNA എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസ് അല്ലെങ്കിൽ DNA ഉണ്ടാവുന്ന ജീനിൽ നിന്നുമാണ് ആരുണ്ടാവുന്നത്, mRNA ഉണ്ടാവുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് വേരിയസ് എൻസൈംസ്. അപ്പോൾ ആരുടെ സഹായത്തോടു കൂടി, വേരിയസ് കുറെ അധികം എൻസൈമിന്റെ സഹായത്തോടു കൂടി. ഇത് mRNA കണ്ടെയ്ൻസ് മെസ്സേജസ് ഫോർ ദ പ്രോട്ടീൻ സിന്തസിസ്. mRNA എന്തുണ്ടാവും, പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയുള്ള മെസ്സേജസ് ഉണ്ടാവും. ട്രാൻസ്ലേഷനിൽ എന്താ പറയുന്നത്, ട്രാൻസ്ലേഷൻ RNAs അതായത് ട്രാൻസ്ഫർ RNA ക്യാരി സ്പെസിഫിക് അമിനോ ആസിഡ് ടു ദ റൈബോസോം ബേസ്ഡ് ഓൺ ദ മെസ്സേജ്. അതായത് മെസ്സേജിന്റെ ആ ഒരു ഇതില് അതായത് അമിനോ ആസിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു എവിടേക്ക്, റൈബോസോമിലേക്ക്. mRNA ദാറ്റ് ഹാസ് റീച്ച്ഡ് ദ റൈബോസോം ഫ്രം ദ ന്യൂക്ലിയസ്, അതായത് ന്യൂക്ലിയസിൽ നിന്നും mRNA റൈബോസോമിലേക്ക് എത്തുന്നു. ദ rRNAs റൈബോസോമൽ RNA which are part of the ribosome combine amino acid to make protein. rRNA എന്ന് പറയുന്ന റൈബോസോമൽ RNA ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, അമിനോ ആസിഡിനെ പ്രോട്ടീൻ ആക്കി മാറ്റുന്നുണ്ട്. ദെൻ പ്രൈമറി കമ്പോണന്റ് ഓഫ് ദ റൈബോസോം ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്സ്. rRNA അതായത് റൈബോസോമിന്റെ RNA എന്താണ്, റൈബോസോമിന്റെ പ്രൈമറി കമ്പോണന്റ് ആണ്. എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ അമിനോ ആസിഡ്. അമിനോ ആസിഡിന്റെ ബോണ്ടിന്റെ ഫോർമേഷന് ആര് സഹായിക്കുന്നുണ്ട്, rRNA സഹായിക്കുന്നുണ്ട്. നമുക്കിതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, DNA-ന്റെയും RNA-ന്റെയും കമ്പാരിസൺ ആണ് പറഞ്ഞു. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഉണ്ട്, ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ ഉണ്ട്, നൈട്രജൻ ബേസസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഫസ്റ്റ് നമ്മൾ DNA-യുടെ കാര്യം കേട്ടോ പറയണേ. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് എന്താണ്, 2 സ്ട്രാൻഡ് ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്ന് പറയും ഡബിൾ സ്ട്രാൻഡ് എന്ന് പറയും കേട്ടോ. അതുപോലെ ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ എന്താണ്, ഡിയോക്സി റൈബോസ് ആണ്. നൈട്രജൻ ബേസസ് ഓ അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഇനി RNA ആണെന്നുണ്ടെങ്കിലോ സിംഗിൾ സ്ട്രാൻഡ്, ഒറ്റ സ്ട്രാൻഡേ ഉള്ളൂ. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ റൈബോസ് ആണ്, അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. പിന്നെ ആർക്ക് പകരം ആരുണ്ട്, യുറാസിലിന് പകരം അല്ല തൈമിന് പകരം യുറാസിൽ ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് തൈമിൻ ഉണ്ട്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുറാസിൽ ഉണ്ട്. ഇവിടെ എന്തില്ല, യുറാസിലില്ല, ഇവിടെ തൈമിനില്ല. അതാണ് ഇതിന്റെ ഡിഫറൻസ് കേട്ടോ. നോക്കി വെച്ചോ, എക്സാമിന് 1 വേർഡ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു പ്രോസസ്സിൽ തന്നെ ഒന്ന് ചുരുക്കി പറയാനാണ് നമ്മൾ പോകുന്നത്. ഒന്നുകൂടെ ചുരുക്കിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട പോലെ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണണേ.
ഇനി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് മേക്കിംഗ് RNA ഫ്രം ദ DNA. DNAയിൽ നിന്നും RNA ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയാ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. ദെൻ ട്രാൻസ്ലേഷൻ ആണെങ്കിലോ RNA ഡയറക്ഷൻ ആർ യൂസ്ഡ് ടു മേക്ക് പ്രോട്ടീൻ ഫ്രം ദ അമിനോ ആസിഡ്. അത് ട്രാൻസ്ലേഷൻ RNAയുടെ ഡയറക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അമിനോ ആസിഡിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അത്രേ. DNA to RNA എന്താണ് പ്രോട്ടീൻ ആവുന്നു അല്ലെ. to RNA പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. RNA to പ്രോട്ടീനെ നമ്മൾ എന്താ പറയാ ട്രാൻസ്ലേഷൻ പറയാം. ട്രാൻസ്ക്രിപ്ഷൻ അവിടെ എന്തൊക്കെ ന്യൂക്ലിയസിൽ, ട്രാൻസ്ലേഷനോ സൈറ്റോപ്ലാസം ഓൺ ദ റൈബോസോം. ഇനിയാണ് നമ്മുടെ ജില്ലി വരുന്നത്. ഇവിടെ നമുക്ക് ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കാണാണ്ട് പഠിച്ചാൽ മതി. പ്രോട്ടീൻ സിന്തസിസ് എവിടെ ചോദിച്ചാലും ഇത് എഴുതി വെച്ച മാർക്ക് കിട്ടും കേട്ടോ. നോക്കടാ, mRNA ഫോംസ് ഫ്രം DNA. ഒന്നാമത്തെ കാര്യമാണ്. ആദ്യം എന്തുണ്ടാവുന്നുണ്ട്? DNA-യിൽ നിന്നും mRNA ഉണ്ടാവുന്നുണ്ട്. mRNA റീച്ചസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. mRNA പിന്നെ ന്യൂക്ലിയസിന് പുറത്തേക്ക് ഓടിച്ചാടി എത്തുന്നു. mRNA റീച്ചസ് റൈബോസോം. ആ ഓടിച്ചാടി എത്തിയ ആ ഒരു mRNA എവിടേക്ക് പോവും? റൈബോസോമിലേക്ക് പോവും. tRNA ക്യാരി അമിനോ ആസിഡ് ടു ദ റൈബോസോം. tRNA എന്ത് ചെയ്യുന്നുണ്ട്? അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് എത്തിക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ ഇൻ ദ mRNA ആഡിങ് അമിനോ ആസിഡ്. അപ്പോൾ mRNA-യുടെ ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് അമിനോ ആസിഡിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എന്ത് സംഭവിക്കും? പ്രോട്ടീൻ ഈസ് സിന്തസൈസ്. അങ്ങനെ നമ്മുടെ പ്രോട്ടീൻ എന്തായി? ഉണ്ടാക്കി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഡു ഫോളോ ഫോർ മോർ.